ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം പെർഫോമ ബില്ലിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയായിരിക്കും എന്താണ് പെർഫോമ ബില്ല് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇപ്പോൾ ഒരു 2 നൈറ്റ് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി എന്നുള്ളൊരു ബുക്കിങ്സ് വരുന്നു. അതിൽ നമ്മൾ നോർമലി ഇൻക്ലൂഷൻസിൽ കൊടുക്കുന്നതിന് പുറമെ അഡീഷണലായിട്ട് അവർ കുറച്ചുകൂടെ സർവീസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ ലൈക്ക് ബാർബിക്യൂ, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽസ്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സർവീസ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്രയായിരിക്കും ഇതിൻ്റെ GST ഉൾപ്പെടെയുള്ള ബില്ല് വരുന്നത്, പിന്നെ അതിൽ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എസ്റ്റിമേഷനാണ് പെർഫോമ ബില്ല് എന്ന് പറയുന്നത്. ഇത് ഫൈനൽ ഇൻവോയ്സ് ആയിരിക്കില്ല. ഇത് അവരുടെ ഹയർ അതോറിറ്റിയിൽ, കമ്പനി ഹയർ അതോറിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് അപ്രൂവൽ മേടിക്കാനും എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എസ്റ്റിമേഷനാണ്, അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റാണ് പെർഫോമ ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പെർഫോമ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കൺഫർമേഷൻ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു സെയിം ഓപ്ഷനിൽ തന്നെ വൗച്ചേഴ്സിലേക്ക് വരിക, അതിൽ ന്യൂ വൗച്ചർ കൊടുക്കുക, എന്നിട്ട് ഗസ്റ്റിൻ്റെ പേര്, ഡീറ്റെയിൽസ്, അവർക്ക് GST ഉണ്ടെങ്കിൽ, അവരുടെ കമ്പനി GST രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ GST നമ്പർ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അതിനുശേഷം അവരുടെ ഏത് ടൈപ്പ് ഓഫ് ഗസ്റ്റാണ് അവരെന്നുള്ളത് സെലക്ട് ചെയ്യുക, അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അവരുടെ ചെക്ക് ഇൻ ഡേറ്റ്, അതേപോലെ ചെക്ക് ഔട്ട് ഡേറ്റ് കൊടുക്കുക, ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ഡേറ്റ് കൊടുക്കുക, എത്ര അഡൽട്സ് ഉണ്ട്, എത്ര റൂംസാണ് അവർക്ക് വേണ്ടത്, അവരുടെ മീൽ പ്ലാൻ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ആസ് യൂഷ്വലി വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കിതിൽ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ റൂംസ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം അവർ പറയുകയാണ് അവർക്ക് ലഞ്ചിന് ഇപ്പം ചിക്കൻ ബിരിയാണി വേണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ കൊടുക്കാം. ചിക്കൻ ബിരിയാണി ഒരെണ്ണത്തിന് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് 200 ആണെങ്കിൽ അങ്ങനത്തെ എത്ര ചിക്കൻ ബിരിയാണി വേണം എന്നുള്ളത് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കൊടുത്താൽ മതി. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് അതിൽ കാൽക്കുലേഷൻസ് വന്നോളും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് മുഴുവൻ ഇതിൽ ആഡ് ചെയ്യാം. മറ്റ് സർവീസുകളുണ്ടെങ്കിൽ അതിൽ ആഡ് ന്യൂ ഐറ്റം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ വരും. അതിൽ നിങ്ങൾ അവരെത്രയാണ് അഡ്വാൻസ് തരേണ്ടത് എന്നുള്ളത് ഇതിൽ കൊടുക്കുക. അത് ഏത് രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്കിതിൽ രേഖപ്പെടുത്താം. UPI ആണെങ്കിൽ UPI. അതിനുശേഷം ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിച്ചോറാണെങ്കിൽ അതിവിടെ കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബില്ല് റെഡിയായി. ഇനി ഈ ഒരു കൺഫർമേഷൻ വൗച്ചറാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ ഡയറക്റ്റ് പെർഫോമ ബില്ലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബില്ല് ഇവിടെ റെഡിയാവും. ഓക്കെ, ഗസ്റ്റിന് നിങ്ങൾക്ക് പിന്നെ ഈ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, GST ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണോ കൊടുക്കുന്നത് അതിൽ GST ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോർപ്പറേറ്റ് കമ്പനി ഇത് ഹയർ അതോറിറ്റിയിൽ കൊടുത്തിട്ട് അവരതിൻ്റെ പെർമിഷനൊക്കെ മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെർഫോമ ബില്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇത് ഒരുപാട് റിസോർട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.